ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെർച്വൽ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ 21 ഡേയ്സ് ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ദിവസത്തിലെ പാർട്ട് 2 ആണ് പഠിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഭാഷയാണ്. ആർക്കും പഠിച്ചെടുക്കാം. അതിന് വലിയ തല വേണമെന്നില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ അവതരിപ്പിക്കും. കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യും. ഓക്കെ, ഡേ 1 പാർട്ട് 2 ആണ്. അല്ല എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ കോഡ് എന്താണ്? അല്ല. അല്ല എന്ന് നമ്മൾ മലയാളത്തിൽ ഒരുപാട് വാക്കുകൾ പറയാറുണ്ട്. എന്തൊക്കെ? ഞാൻ വിദ്യാർത്ഥിയല്ല, ഞാൻ ഡോക്ടറല്ല, അവൾ എൻ്റെ സുഹൃത്തല്ല, അവൻ എൻ്റെ സഹോദരനല്ല. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് വാചകങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ സ്ലൈഡാണ്. ഒന്നാമത്തെ സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം. ആ അല്ല എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ 3 പദങ്ങളാണുള്ളത്. ഒന്നാമത്തെ പദം ആം നോട്ട്. എന്താണ് ഒന്നാമത്തെ പദം? ആം നോട്ട്. ഈ ആം നോട്ടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഐ എന്നുള്ളതിനോട് കൂടെ മാത്രം ഉപയോഗിക്കൂ. എന്തിനോട് കൂടെ? ആം നോട്ട് എന്നുള്ളത് ഐ എന്നുള്ളതിനോട് കൂടെ മാത്രമേ ഉപയോഗിക്കൂ. ഉദാഹരണത്തിന്, ഞാൻ വിദ്യാർത്ഥിയല്ല. അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഐ ആം നോട്ട് എ സ്റ്റുഡൻറ്റ്. ഞാനൊരു വിദ്യാർത്ഥിയല്ല എന്നാണ്. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഐ ആം നോട്ട്. ഐ ആം നോട്ട്. ഞാനൊരു 10 ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം. കൃത്യമായി കേൾക്കുക, കൃത്യമായി ആക്ഷൻ എടുക്കുക, ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടാക്കി പഠിക്കുക. എന്നാൽ ഈസി ആയിട്ട് ഈ ചാനലിനെ ഫോളോ ചെയ്യുന്നതിലൂടെ കൂടെ മാത്രം തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പൂർണ്ണമായി മനസ്സിലാക്കാനും അത് സംസാരിക്കാനുമുള്ള ശേഷി നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ തീർച്ച. ഒന്നാമത്തെ ഉദാഹരണം, ഐ ആം നോട്ട് എ ഡോക്ടർ. ഞാനൊരു ഡോക്ടറല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം ഐ ആം. ഐൻ്റെ കൂടെ മാത്രമാണ് ആം. അല്ല എന്നർത്ഥമാണ്. ഡോക്ടറാണ്, ഡോക്ടറല്ല, ഡോക്ടറല്ല. ഓക്കെ. ഇനി ഐ ആം നോട്ട് ടയേർഡ്. ഞാൻ ക്ഷീണിതനല്ല. ഞാൻ ക്ഷീണിതനല്ല. ഐ ആം നോട്ട് ടയേർഡ്. ഞാൻ ക്ഷീണിതനല്ല. വായിക്കൽ കിട്ടാത്ത ആളുകൾക്കും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നതിലൂടെ വായിക്കലും പഠിക്കാൻ പറ്റും കേട്ടോ. ഐ ആം നോട്ട് ടയേർഡ്. മൂന്നാമത്തെ ഉദാഹരണം, ഐ ആം നോട്ട് ബിസി. ഞാൻ തിരക്കുള്ളവനല്ല. ഞാൻ തിരക്കുള്ളവനല്ല. ഐനോട് കൂടെ ആം വന്നിരിക്കുന്നു. നാലാമത്തത്, ഐ ആം നോട്ട് ലേറ്റ്. ഞാൻ ലേറ്റ് അല്ല, താമസിച്ചവനല്ല. അഞ്ചാമത്തത്, ഐ ആം നോട്ട് ഹംഗ്രി. ഞാൻ വിശക്കുന്നവനല്ല. എനിക്ക് വിശപ്പില്ല, എനിക്ക് വിശക്കുന്നില്ല എന്നെല്ലാം അർത്ഥം പറയാം. നെക്സ്റ്റ്, ഐ ആം നോട്ട് റെഡി. ഞാൻ തയ്യാറല്ല, ഞാൻ തയ്യാറല്ല. ഐ ആം നോട്ട് യുവർ ബ്രദർ. ഞാൻ നിൻ്റെ സഹോദരനല്ല. ഐ ആം നോട്ട് ആംഗ്രി. ഞാൻ കോപിതനല്ല. ഐ ആം നോട്ട് എ സിംഗർ. ഞാനൊരു ഗായകനല്ല, പാട്ടുപാടുന്ന ആളല്ല. ഐ ആം നോട്ട് ഫ്രം കൊച്ചി. ഞാൻ കൊച്ചിയിൽ നിന്നല്ല. 10 ഉദാഹരണങ്ങൾ നമ്മളിവിടെ അവതരിപ്പിച്ചു. എല്ലാത്തിൻ്റെ പ്രത്യേകത ഐ എന്നുള്ളതിനോട് കൂടെ മാത്രം ആം വരുന്നു എന്നുള്ളതാണ്. ആണ് എന്നാണ് ആമിൻ്റെ അർത്ഥം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആം നോട്ട് അല്ല എന്നാണ് അർത്ഥം. ആം നോട്ട്. ഐ ആം നോട്ട് എ ഡോക്ടർ. ഞാനൊരു ഡോക്ടറല്ല. നെക്സ്റ്റ് നമുക്ക് പഠിക്കാം. രണ്ടാമത്തെ സ്ലൈഡിൽ വിശദീകരിക്കുന്ന എപ്പോഴാണ് രണ്ടാമത്തെ പദം എന്താണ്? അല്ല എന്നുള്ളതിന് ഇംഗ്ലീഷിൽ 3 രൂപത്തിൽ പറയാം. ഒന്ന് ആം നോട്ട്, രണ്ടാമത്തത് ഈസ് നോട്ട്. എന്താണ്? ഈസ് നോട്ട്. ഈസ് നോട്ടിൻ്റെ അർത്ഥം എന്താണ്? അല്ല എന്നാണ്. അത് ഏതിനോടെല്ലാം കൂടെ ഉപയോഗിക്കാം. നമ്മൾ ഒരു വസ്തുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ചോ പറയുമ്പോൾ മാത്രമാണ് എന്തുപയോഗിക്കുക? ഈസ് നോട്ട് ഉപയോഗിക്കുക. ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വസ്തുവിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഈസ് നോട്ട് ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് നോക്കാം. ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഷീ അവൾ, ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്, ഇത് എന്നർത്ഥം പറയാം. സിംഗുലർ നൗൺ എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയുമാവാം. ഒരു ഉദാഹരണം പറയാം. അവൻ അധ്യാപകനല്ല. ഹി ഈസ് നോട്ട് എ ടീച്ചർ. അവൻ ടീച്ചർ അല്ല, അവൻ അധ്യാപകനല്ല. കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉദാഹരണങ്ങൾ ഇവിടെ പഠിക്കാം. 11 മുതൽ 17 വരെ. ഒന്നാമത്തത്, ഷീ ഈസ് നോട്ട് എ നേഴ്സ്. അവൾ ഒരു നേഴ്സ് അല്ല. അവൾ ഒരു നേഴ്സ് അല്ല. ഇവിടെ ഈസ് നോട്ട്. എന്തുകൊണ്ടാണ് ഈസ് നോട്ട് ഉപയോഗിച്ചത്? അല്ല എന്നർത്ഥത്തിൽ ഷീ വന്നതുകൊണ്ട്. അവൾ ഒരാളാണ്, സിംഗിളാണ്. ഹി ഈസ് നോട്ട് മൈ ബ്രദർ. അവൻ എൻ്റെ സഹോദരനല്ല. അവൻ സഹോദരനല്ല. അല്ല എന്നാണ് നമ്മുടെ കോഡുള്ളത്. എന്തുകൊണ്ട് അല്ല എന്നുള്ള അർത്ഥം? ഏത് വാക്കിനാണ് അർത്ഥം വന്നിട്ടുള്ളത്? ഈസ് നോട്ടിനാണ് വന്നിട്ടുള്ളത്.
ഹി എന്ന് പറഞ്ഞാൽ അവൻ. അപ്പൊ അവൻ എൻ്റെ സഹോദരൻ അല്ല. ഇനി മൂന്നാമത്തത്, ഇറ്റ് ഈസ് നോട്ട് എ ഡോഗ്. അതൊരു നായയല്ല. അതൊരു നായയല്ല. ഇറ്റ് ഈസ് നോട്ട് എ ഡോഗ്. ഇറ്റ് ഈസ് എന്താണ്? ഒരു പദാർത്ഥത്തെ, ഒരു സാധനത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈസ് നോട്ട് വന്നത്. ദിസ് ഈസ് നോട്ട് മൈ ബുക്ക്. ഇത് എൻ്റെ പുസ്തകമല്ല. ഇത് എൻ്റെ പുസ്തകമല്ല. ഇവിടെ ഈസ് നോട്ട് വന്നു. ദാറ്റ് ഈസ് നോട്ട് എ ചെയർ. അതൊരു കസേരയല്ല. അത് ഒരു കസേരയല്ല. ഈസ് നോട്ട് വന്നു. ദ പെൻ ഈസ് നോട്ട് റെഡ്. പെന്ന്, ആ പെന്ന് എന്തല്ല? റെഡ് കളർ ഉള്ളതല്ല. അല്ല. ഈസ് നോട്ട് വന്നു. നെക്സ്റ്റ്, രാഹുൽ ഈസ് നോട്ട് ലേറ്റ്. രാഹുൽ താമസിച്ച് വരുന്നവനല്ല, അല്ലെങ്കിൽ താമസിച്ചല്ല. അപ്പൊ രാഹുലിനെ പറ്റി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈസ് നോട്ടിന്റെ ഉപയോഗത്തിലുള്ള വ്യത്യസ്തമായ ഉദാഹരണങ്ങളാണ് വിശദീകരിച്ചത്. അതെപ്പോഴാണ് പറയുക? ഒരു വസ്തുവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ആളെ കുറിച്ചോ പറയുമ്പോഴാണ് ഈസ് നോട്ട് ഉപയോഗിക്കുക. അപ്പോൾ രണ്ടാമത്തെ യൂസേജും നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തെ യൂസേജിലേക്ക്, അല്ല എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ എപ്പോൾ ഉപയോഗിക്കും? ആർ നോട്ട് എന്നാണ് ഉപയോഗിക്കുക. എന്താണ് മൂന്നാമത്തെ പദം? എന്താണ്? ആർ നോട്ട്. അത് ഏതിനോടൊക്കെ കൂടെ ഉപയോഗിക്കും? ഒന്നിലധികം വ്യക്തികളെ കുറിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ ഒന്നിലധികം വസ്തുക്കളെ കുറിച്ച് പറയുമ്പോഴോ ആണ് ആർ നോട്ട് ഉപയോഗിക്കുക. ഇവിടെ നോക്കുക, വി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നർത്ഥം, യു എന്ന് പറഞ്ഞാൽ നീ, അത് പ്ലൂരൽ ആയിട്ടാണ് ഉപയോഗിക്കുക. ഒരാളോടാണെങ്കിൽ പോലും അത് പ്ലൂരൽ, അതായത് ഒന്നിലധികം ആളുകളായിട്ടാണ് കണക്കാക്കപ്പെടുക. ദേ എന്ന് പറഞ്ഞാൽ അവർ. പ്ലൂരൽ നൗൺ എന്ന് പറഞ്ഞാൽ സലീം, അൻസലാം, ഇതുപോലെയുള്ള ഒരുപാട് ധാരാളം നൗണുകളുണ്ട്. അതിനോടൊക്കെ കൂടെ ആർ നോട്ട് എന്നാണ് ഇല്ല എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ അല്ല എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുക. ദേ ആർ നോട്ട് ഡോക്ടേഴ്സ്. അവർ ഡോക്ടർമാരല്ല. അവർ ഡോക്ടർമാരല്ല. കുറച്ച് എക്സാമ്പിൾ, 19 മുതൽ 25 വരെയുള്ള എക്സാമ്പിളുകൾ നിങ്ങളൊന്ന് നോക്കുക. യു ആർ നോട്ട് മൈ ഫ്രണ്ട്. നീ എൻ്റെ ഫ്രണ്ട് അല്ല, സുഹൃത്തല്ല. അല്ല എന്നുള്ളത് യുവിനോട് കൂടെ എപ്പോഴും ആറ് ഉപയോഗിക്കുകയുള്ളൂ. അത് ഒരാളോട് സംസാരിക്കുകയാണെങ്കിലും അത് ഒന്നിലധികം ആളുകൾ നീ എന്ന് ഉദ്ദേശിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും യു ആർ എന്നുള്ള പ്ലൂരൽ എല്ലായിടത്തും പ്ലൂരലാണ് യുവിനോട് കൂടെ വരിക. പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വസ്തുക്കളെ സൂചിപ്പിക്കുന്ന, ഒന്നിലധികം എന്നുള്ള അർത്ഥത്തിൽ. എന്നാൽ 19-ാമത്തത്, വി ആർ നോട്ട് റെഡി. നാം തയ്യാറല്ല. വി ആർ നോട്ട് റെഡി. ഇവിടെ മനസ്സിലാക്കേണ്ടത് വി എന്ന് പറഞ്ഞാൽ നമ്മൾ, ഒന്നിലധികം ആളുകളുണ്ട്, നമ്മൾ. അതുകൊണ്ട് തന്നെ ആർ നോട്ട് ഉപയോഗിച്ചു. നെക്സ്റ്റ്, ദേ ആർ നോട്ട് സ്റ്റുഡൻസ്. അവർ വിദ്യാർത്ഥികളല്ല. അവർ വിദ്യാർത്ഥികളല്ല. ഇവിടെ കൂടെ എന്താണ്? അല്ല എന്നുള്ളതിനർത്ഥം ആർ നോട്ട്. എന്തുകൊണ്ടാണ് ആർ നോട്ട് വന്നത്? ദേ, ഒന്നിലധികം ആളുകളുണ്ട്, അതുകൊണ്ടാണ്. യു ആർ നോട്ട് ലേറ്റ്. നിങ്ങൾ താമസിച്ചിട്ടില്ല. അപ്പൊ യുവിനോട് കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പ്ലൂരലേ വരുള്ളൂ, ആർ നോട്ടേ വരുള്ളൂ, എപ്പോഴും ആർ നോട്ടേ വരുള്ളൂ. നെക്സ്റ്റ്, വി ആർ നോട്ട് ബിസി. നമ്മൾ തിരക്കുള്ളവരല്ല. നമ്മൾ തിരക്കുള്ളവരല്ല. അവിടെ എന്തുകൊണ്ടാണ് വി എന്ന് പറഞ്ഞാൽ നമ്മൾ, ഒന്നിലധികം ആളുകളുണ്ട്, അതുകൊണ്ട് ആർ നോട്ട് ഉപയോഗിച്ചു, അല്ല എന്ന അർത്ഥത്തിൽ. ഇനി ദീസ് ആർ നോട്ട് യുവർ ബുക്സ്. ഇവകൾ, ഇവ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഉണ്ട്, ഇവകൾ നിങ്ങളുടെ നോട്ട് പുസ്തകങ്ങളല്ല. ദോസ് ബോയ്സ് ആർ നോട്ട് ഫ്രം യുവർ സ്കൂൾ. ആ കുട്ടികൾ, ദോസ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ, ആർ നോട്ട് അല്ല, ഫ്രം യുവർ സ്കൂൾ, നിങ്ങളുടെ സ്കൂളിൽ നിന്നുള്ളവരല്ല. അപ്പോൾ ആ കുട്ടികൾ നിങ്ങളുടെ സ്കൂളിൽ നിന്നുള്ളവരല്ല എന്നർത്ഥത്തിൽ. എന്തുകൊണ്ടാണ് ആർ നോട്ട് ഉപയോഗിച്ചതെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. യു ആർ നോട്ട് ഫ്രം മലപ്പുറം. നിങ്ങൾ മലപ്പുറത്ത് നിന്നല്ല, അല്ലെങ്കിൽ നീ മലപ്പുറത്ത് നിന്നല്ല. എന്തുകൊണ്ടാണ്? യുവിനോട് കൂടെ ആർ നോട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒന്ന് സംക്ഷിപ്തമായിട്ട് ഒന്ന് ഷോർട്ട് ടൈം ചെയ്ത് പറയാം. ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ച് ഒന്നുമില്ല, 3 കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, അല്ല എന്നുള്ള ഒരു അർത്ഥത്തിന് 3 പദങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ആം നോട്ടാണ്, ഐ ആം നോട്ട് റെഡി, ഉദാഹരണം. ഇത് ആമിനോട് കൂടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. രണ്ടാമത്തത് ഹി, ഷീ, ഇറ്റ്, ഈസ് നോട്ട് എന്ന് പറയാം. അതായത് ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഹി എന്ന് പറഞ്ഞാൽ അവൻ, അവൾ, അത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുമാവാം അത്, അതിനെക്കുറിച്ച് മാത്രം പറയുമ്പോഴാണ് ഈസ് നോട്ട് എന്ന് പറയുള്ള മാന്ത്രിക വിദ്യ ഉപയോഗിക്കുക, അല്ല എന്ന അർത്ഥത്തിൽ. ഉദാഹരണം, ഈസ് നോട്ട് എ സ്റ്റുഡൻറ്റ്. അവൻ ഒരു വിദ്യാർത്ഥിയല്ല. ഇനി നമ്മൾ പറയാം ആർ നോട്ടാണ് 3ാമത്തെ വില്ലൻ. ആ വില്ലനെ പറ്റി പഠിക്കണം. അല്ല എന്നർത്ഥമാണ് ഉള്ളത്. വിനോട് കൂടെയും യുവിനോട് കൂടെയും ദേ എന്നുള്ളതിനോട് കൂടെയും നമ്മൾ ഉപയോഗിക്കും. അതായത് ഒന്നിലധികം വസ്തുക്കളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആർ നോട്ടാണ് ഉപയോഗിക്കുക. ഉദാഹരണം, വി ആർ നോട്ട് ബിസി. നാം തിരക്കുള്ളവരല്ല. ഇതാണ് നമ്മൾ
ഇംഗ്ലീഷിലുള്ള ഇന്ന് പഠിക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ചെറിയൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വലിയ നോളജ് ഇംഗ്ലീഷിൽ സ്വായത്തമാക്കാൻ സാധിക്കുന്നതാണ്. ഈസ് നോട്ട്, ആം നോട്ട്, ആർ നോട്ട് ഇങ്ങനെയുള്ള